ജനങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ജനങ്ങളോട് ചോദിക്കുകയാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ടോള് വേണം. ഞാൻ വണ്ടി ഇറക്കുമ്പോൾ എനിക്ക് ടാക്സ് അടക്കുന്നുണ്ട്, ഞാൻ ടാക്സ് അടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക, ആ ടാക്സ് എവിടെ, ആ ടാക്സിന്റെ റോഡ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ചർച്ച ചെയ്യുന്നത്. എന്റെ റോഡ് എവിടെ, എന്റെ റോഡ് എവിടെ, എനിക്ക് സഞ്ചരിക്കാൻ ഞാൻ നികുതി കൊടുക്കുന്ന എന്റെ റോഡ് എവിടെ? അതെ, എവിടെ? നിങ്ങൾ പോകുന്ന, നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന എല്ലാ ഹൈവേകളിലും ടോൾ അടുത്ത് തന്നെ വരും. കാര്യം അത്ര രീതിയിലേക്കുള്ള എല്ലാവിധ പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം വാർത്ത കാണുമ്പോൾ കുറെ ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി വരും. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ വായടച്ചവിടെ ഇരുന്നോളൂ. കാര്യം എന്താ വെച്ചാൽ, ഈ ഞാൻ കൊടുക്കുന്ന പണത്തിന് എനിക്ക് നല്ല റോഡ് തരണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ പറയും നല്ല സുഖത്തിൽ യാത്ര ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. ഈ സുഖത്തിൽ യാത്ര ചെയ്യാനുള്ള ടാക്സ് ആണ് ഓരോ വണ്ടിയിൽ നിന്നും നിങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ടാവരുത്. എന്നാ പിന്നെ ടാക്സ് അങ്ങ് നിർത്തലാക്കണം. വണ്ടി എടുക്കുമ്പോൾ ടാക്സ് വേണ്ട, നിങ്ങൾ പൊതു ടോൾ അടച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് ടാക്സ് നിർത്തലാക്കുക, ടോൾ കൊടുത്തോളൂ എന്ന് പറയാം. അതെ, ഇത്തരം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് തന്നെ വരും. ആര് എന്ത് മൈനസ് കമന്റ് ഇട്ടാലും, എന്ത് പോസിറ്റീവ് കമന്റ് ഇട്ടാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം. കേരളത്തിൽ വലിയ രീതിയിലേക്ക് റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിയിലേക്ക് അപകടങ്ങളും വരുന്നുണ്ട്. ഒരു സുരക്ഷയില്ലാതെയാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യമായ കാര്യമാണ്. കാര്യം അങ്ങിങ്ങൊക്കെ ഒന്ന് തെറിച്ചു വീണ് കഴിഞ്ഞാൽ കമ്പി കയറി മനുഷ്യൻ മരിക്കുന്ന രീതി, അല്ലെ? അത് പല ലെവലിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പല രീതിയിലേക്കും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരണം ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപകടങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനപ്പുറത്തേക്ക് ജനങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ജനങ്ങളോട് ചോദിക്കുകയാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ടോള് വേണം. ഞാൻ വണ്ടി ഇറക്കുമ്പോൾ എനിക്ക് ടാക്സ് അടക്കുന്നുണ്ട്, ഞാൻ ടാക്സ് അടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക, ആ ടാക്സ് എവിടെ, ആ ടാക്സിന്റെ റോഡ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ചർച്ച ചെയ്യുന്നത്. പിന്നോട്ടോടെ ചോദിക്കുക, എവിടെ ആ റോഡ്, എന്റെ റോഡ് എവിടെ, എന്റെ റോഡ് എവിടെ, എനിക്ക് സഞ്ചരിക്കാൻ ഞാൻ നികുതി കൊടുക്കുന്ന എന്റെ റോഡ് എവിടെ? അതെ, എവിടെ? യഥാർത്ഥത്തിൽ ഇപ്പോ ഉള്ള റോഡുകൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പൊ ടാക്സ് ഈ പറയുന്ന തരത്തിലുള്ള ടോള് ഏർപ്പെടുത്താൻ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തയ്യാറായിട്ടില്ലെങ്കിൽ ഏറ്റവും അടുത്ത ഭാവിയിൽ, അല്ല മാഹിയിലൊക്കെ ആയി. ഞാൻ ചോദിക്കുന്ന താങ്കളോട്, ഈ റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ സർക്കാർ വലിയ രീതിയിലേക്ക് പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. എന്ത്? ഞങ്ങൾ റോഡ് ഉണ്ടാക്കി. അതെ, ആ റോഡ് ഉണ്ടാക്കി. ഓക്കെ, നല്ല കാര്യം. ആ റോഡ് ഉണ്ടാക്കി ആ റോഡിലൂടെ പോകണമെങ്കിൽ ടോൾ കൊടുക്കണമല്ലോ, അല്ലെ? അതെ. അപ്പൊ ഞാൻ ടാക്സ് അടക്കുന്ന, വിശദമായി പറയുമ്പോൾ ഞാൻ ടാക്സ് അടക്കുന്ന, ഞാൻ കാർ എടുക്കുമ്പോൾ, ബൈക്ക് എടുക്കുമ്പോൾ ടാക്സ് അടക്കുന്ന ആ ടാക്സ് എന്ത് ചെയ്യുന്നു? അല്ല, രാജ്യത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ആണല്ലോ ഈ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത്. പക്ഷേ ഈ റോഡുകളൊക്കെ നിർമ്മിക്കുന്നതിനുള്ള ചിലവ് സർക്കാർ കണ്ടെത്തുന്നത്, അത് മുടക്കുകയും അതിൽ നിന്ന് വലിയ ലാഭം കൊയ്യാൻ പറ്റുന്ന രീതിയിൽ, രാജ്യത്തിന് വലിയ നേട്ടമാകുന്ന രീതിയിൽ ഇവിടെയെല്ലാം ടോൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. പല ഭാഗത്തും അതിനെ സംബന്ധിച്ച് പ്രതിഷേധങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ ടോൾ ഏർപ്പെടുത്തുന്ന റോഡുകൾ, ഇപ്പോൾ ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അത് നേരത്തെ തന്നെ പൈസ അടച്ച് ഓരോ ടോൾ ബൂത്തിൽ കയറുമ്പോഴും പിന്നെ ആ പൈസ ഡിഡക്ട് ചെയ്ത് പോകുന്ന രീതി. ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള സംവിധാനം വലിയ രീതിയിലേക്ക് കൊള്ളയടിക്കുന്ന സാധനമാണ്. അതായത് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാതെ ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ ഡബിൾ പൈസയാണ്. അതായത് ഒരു 10 രൂപയ്ക്ക് വേണ്ടി 2 രൂപ ഇൻട്രസ്റ്റ് എടുക്കാം. പക്ഷെ ഫാസ്റ്റ് ട്രാക്കിൽ 60 രൂപയ്ക്ക് പോകുന്ന കാറ് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലെങ്കിൽ 120 രൂപ എടുക്കണം. ഈ കൊള്ളയെ ചോദ്യം ചെയ്യാൻ ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു കഴുതകൾക്കുമായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതായത് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്ത ഒരാള് അതിലൂടെ യാത്ര ചെയ്യണ്ട എന്നുള്ള വാശിയാണത്. അതായത് ടോൾ പ്ലാസക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിയമം വളച്ചൊടിക്കുക. കാര്യം ഈ ഒരു സംഭവത്തിൽ 60 രൂപ കൊടുത്താൽ കഴിയുന്ന രീതിയിലേക്ക് 120 രൂപ ഈടാക്കുവാണ്. ഫാസ്റ്റ് ട്രാക്ക് ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ. അല്ല, ഇവിടെ നമ്മൾ ചോദിച്ചു നമ്മുടെ റോഡ് എവിടെയായിരുന്നു? ഈ റോഡ് ഉണ്ടാക്കുന്നതിനുള്ള പണം എവിടെ നിന്നാണ് വന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പലരും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ അനുകൂലിക്കുന്നവരും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭക്തരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, ഞങ്ങളിതാ ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ള റോഡുകളൊക്കെ വരുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ തോതിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. റോഡുകൾ വരുന്നുണ്ട്, ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഈ രാജ്യത്തെ പല ഭാഗത്തും വരുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിനുള്ള പണം എവിടെ നിന്നാണ് വന്നതെന്നറിയോ? നമുക്ക് ഓർമ്മയുണ്ടാകണം, പലതും നമ്മൾ മറന്നു പോകുന്നു. രാജ്യം ഈ പറയുന്ന നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി രാജ്യത്തെ സമ്പദ്ഘടന സ്തംഭിച്ച സമയത്ത്, ഇവിടുത്തെ പൊതുമേഖല GDP ഉൾപ്പെടെ 2 പോയിന്റിലധികം താണ സമയത്ത് നമ്മുടെ സമ്പദ്ഘടന എങ്ങോട്ട് പോകണമെന്ന് അന്തിച്ചു നിന്ന ഘട്ടത്തിലാണ് റിസർവ് ബാങ്കിന്റെ കരുതൽ മൂലധനം
ആ കരുതൽ മൂലധന ശേഖരത്തിൽ നിന്ന് ഗവൺമെന്റ് പണം എടുക്കുകയും പണം നിർബന്ധപൂർവ്വം വാങ്ങുകയും അത് പൊതുമാർക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് പൊതുമാർക്കറ്റിൽ ചെലവഴിച്ചുകൊണ്ട് രാജ്യത്തെ സമ്പദ്ഘടനയ്ക്ക് അതിന്റെ സ്റ്റാഗ്നേഷൻ ഒഴിവാക്കുന്നതിന് അതിന്റെ നിശ്ചലാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിയ ശ്രമമാണ് ഇത്തരത്തിൽ വലിയ റോഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നത്. അവിടെ നിന്നാണ് ഈ പണം ഒഴുകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് യുദ്ധകാലത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരിതം രാജ്യം നേരിടുമ്പോൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വെച്ചിരുന്ന കരുതൽ മൂലധന ശേഖരം, അതിനു മുമ്പ് യുദ്ധകാലത്ത് പോലും നമ്മൾ അത് ആ രീതിയിൽ പണം എടുത്തിരുന്നു എന്ന് സംശയമാണ്. പക്ഷെ ആ പണം എന്ത് ചെയ്യുന്നു? രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, തലതിരിഞ്ഞ നയം നടപ്പാക്കിയതിന്റെ ഭാഗമായി ഒറ്റ രാത്രി കൊണ്ട് രാജ്യത്തെ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക ശരീരത്തിലെ 86% രക്തവും ഊറ്റിക്കളയുന്ന രീതിയിൽ ഈ പറയുന്ന തരത്തിൽ നോട്ട് നിരോധനം നടപ്പാക്കിയപ്പോൾ രാജ്യത്തെ സമ്പദ്ഘടന പൊളിഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഹൃദയാഘാതമാണ് അന്നുണ്ടായത്. അപ്പോൾ അതിന്റെ ഭാഗമായി രാജ്യം സ്തംഭിച്ചു നിൽക്കുമ്പോൾ തൊഴിൽശാലകൾ പൂട്ടി, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ആളുകൾക്ക് അവരുടെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം നിക്ഷേപിച്ചത് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ആദിയായി. നൂറുകണക്കിന് ആളുകൾ മരിച്ചു. ഇങ്ങനെ തുടങ്ങി രാജ്യത്തെ തകർക്കുന്ന ഒരു നടപടി വന്നപ്പോൾ അതിന് എന്താണ് പരിഹാരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ അമേരിക്ക ഉൾപ്പെടെ രാജ്യത്ത് സാമ്പത്തികമായിട്ട് തകർച്ച നേരിടുന്ന സമയത്ത് ഈ തരത്തിലുള്ള പമ്പിംഗ് നടക്കും. ഈ പറയുന്ന പൊതുമേഖലയിലേക്ക് രാജ്യത്തിന്റെ പണം എടുത്ത് കരുതൽ ശേഖരത്തിലുള്ള പണം എടുത്ത് ഇറക്കും. ഇതേ സംവിധാനത്തിലാണ് ഈ പണം ഇറക്കിയത്. അതിന്റെ ഭാഗമായി എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണത്തിൽ നിന്ന് റിസർവ് ബാങ്ക് ശേഖരിച്ചു വെച്ചിട്ടുള്ള ലാഭം അതുപയോഗിച്ചിട്ടുള്ള ആ കരുതൽ ശേഖരം എടുത്തുകൊണ്ടാണ് ഈ റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിൽ ചെലവഴിച്ചത്. അത് ആരുടെയും ഏതെങ്കിലും ഒരു അദാനിയുടെയോ അംബാനിയുടെയോ ഏതെങ്കിലും മറ്റേതെങ്കിലും വേദാന്ത ഗ്രൂപ്പിന്റെ ഒന്നും പണമല്ല, ജനങ്ങളുടെ പണമാണ്. അതുപയോഗിച്ചുണ്ടാക്കുന്ന റോഡുകളാണ്. ആ റോഡുകളിൽ സാധാരണ നിലയിൽ യാത്ര ചെയ്യാൻ ഇവിടുത്തെ പൗരന് അവകാശമുണ്ട്. മാത്രവുമല്ല, ഒരു വാഹന ഉടമയെ സംബന്ധിച്ചിടത്തോളം അയാൾ റോഡിൽ കയറുന്നുണ്ടെങ്കിൽ അതിന് റോഡ് ടാക്സ് നൽകുന്നുണ്ട്. വലിയ തുകയാണ് കൊടുക്കുന്നത്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് രാജ്യത്തില്ല എന്നുള്ള നിലയിലേക്കാണ് പുതിയ റോഡുകളുടെ പ്രവൃത്തി പോകുന്നത്. പുതിയ റോഡ് ഉണ്ടാക്കി ശരിക്കും എന്താണ് ചെയ്യുന്നത്? ഈ കുത്തക മുതലാളിമാർക്ക് എന്ത് ചെയ്യും? ടോളിന് വേണ്ടി അവര് ജനങ്ങളെ കൊള്ളയടിച്ച്. അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കുന്നത്, എന്റെ ഒരു സംശയമാണ്, ജനങ്ങൾക്ക് ശരിക്കും കമന്റിൽ രേഖപ്പെടുത്താം. കാര്യം ഞാൻ കൊടുക്കുന്ന പണം എവിടെ എന്ന് ഞാൻ ചോദിക്കുന്നു. അതിനപ്പുറത്തേക്ക് സർക്കാർ ഇത്തരം രീതിയിലേക്ക് പണം മുടക്കുന്നു എന്ന് പറയുന്നു. ആ പണം മുടക്കുന്നത് ജനങ്ങളുടെ പണമാണ്. ആ പണം എന്തിനാണ് വീണ്ടും ടോളാക്കി ജനങ്ങൾക്ക് ടോള് കൊടുത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിക്കുന്നത്? അതിൽ നിന്ന് വീണ്ടും സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കൊള്ളയടിക്കുന്നുണ്ട്. അല്ല, വലിയ ബിസിനസ് ആക്കി മാറ്റുവാണ്. ഇതിന്റെ ഈ ഓരോ വർഷത്തെയും ഇതിനെ സംബന്ധിച്ച് വരുന്ന ലേലം ഉണ്ടല്ലോ, അങ്ങനെ ഇത് വിളിച്ചിട്ടാണ് അത് ഒരു റോഡിലൂടെ നിശ്ചിത സമയത്തിനകം എത്ര വാഹനങ്ങൾ പോകുമെന്നൊരു അസസ്മെന്റ് നടത്തി, അത്രയും വാഹനങ്ങൾ പോകുമ്പോൾ ഇത്ര ടോൾ ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഇത് കരാറെടുക്കുന്നത്. ഈ കരാറെടുക്കുന്ന തുക ഓരോ വർഷവും കിട്ടുന്നതിനനുസരിച്ച് കണക്ക് കൂട്ടിയാൽ ആരാണ് ഇവിടെ അത് കണക്ക് കൂട്ടാനുള്ളത്? ഇതിന്റെ നിർമ്മാണ ചെലവിന് വേണ്ടി വന്ന തുകയുടെ എത്രയോ മടങ്ങ്. ഇപ്പോ പാലിയേക്കര ടോൾ പ്ലാസ എടുത്താൽ മനസ്സിലാവും അതിന്റെ നിർമ്മിതത്തിന്റെ എത്രയോ മടങ്ങാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അതും പക്ഷെ അന്യ രാജ്യങ്ങളിൽ, ഇപ്പൊ ചൈന പോലുള്ള കമ്പനികളിലാണ് കൊണ്ടുപോകുന്നത്. LNT പോലുള്ള വലിയ കുത്തക മുതലാളിമാരാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇന്ത്യക്ക് യാതൊരു രീതിയിലേക്കും അതിൽ കൈയടത്താനും പറ്റില്ല. ഇതിലും ഏറ്റവും വലിയ രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ കേരള ട്രാൻസ്പോർട്ട് KSRTC അതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും സർക്കാർ പണം കൊടുത്തിട്ടാണ് ശരിക്കും കയറി പോകുന്നത്. അതെ, ആളുകൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. എന്തൊരു ആഭാസം എന്ന് മനസ്സിലാക്കുക. അത്തരം ഒരു നിയമങ്ങളിൽ ശരിക്കും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ലൂപ്പ് ഹോൾ പോലും ഇവർ വെച്ചില്ല എന്നുള്ളതാണ് ദയനീയമായ കാര്യം. ഇത് ശരിക്കും വലിയ രീതിയിലേക്ക് കൊള്ളയടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ് ആണ്. ശരിക്കും ജനങ്ങളെ കൊള്ളയടിക്കലും അതുപോലെ തന്നെ സർക്കാരിനെ ഒന്നും അല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള ഒരു കൊള്ളയടിയാണ് ശരിക്കും. ഈ പണം എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലേക്കും ഇവർ ഡെവലപ്മെന്റാണ് ഉപയോഗിച്ച് ഒരു തവണ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പണം പിരിച്ചുകൊണ്ടിരിക്കും. ശരിക്കും നിയമം അങ്ങനെ ഉണ്ട്. അതായത് ആ റോഡിന്റെ പണം മുതലായി കഴിഞ്ഞാൽ ടോൾ റിലീസ് ചെയ്ത പഴയ നിയമം ഉണ്ടായിരുന്നതാണ് ശരിക്കും. അത്തരം രീതിയിലേക്ക് പല ടോളുകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് കൊള്ളയടിയുടെ അന്ത്യ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജനങ്ങളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളേരിയയിൽ പോകുന്ന റോഡിൽ വരെ ചില സമയങ്ങളിൽ കയറുകൾ കാണും, 2 കയറുകൾ. അവിടെയൊക്കെ ടോൾ വരാനുള്ളതാണ്. അവിടേക്ക് എത്ര വണ്ടികൾ പോകുന്നു. ഇപ്പോ ഞാൻ പറയുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിനെടുത്ത് പറയാമല്ലോ, എന്ത് നിയമം വരുമ്പോഴും കേരളത്തിലാണ് പാസ്സാക്കുക. അപ്പോൾ അത് എടുത്തു പറയണം. അപ്പോൾ അതിന് വലിയ വ്യഗ്രതയാണ് ശരിക്കും. ഏറ്റവും പെട്ടെന്ന് പാസ്സാക്കി ജനങ്ങളെ അങ്ങ് കഷ്ടപ്പെടുത്തണം. അതിന് വലിയ വ്യഗ്രത. ജനങ്ങളോട് പറയാണ്, നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന എല്ലാ ഹൈവേകളിലും ടോൾ
അടുത്ത് തന്നെ വരും. കാര്യം അത്ര രീതിയിലേക്കുള്ള എല്ലാവിധ പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം ഈ ടോള് വെക്കുന്നത് നമ്മളുടെ പണം കൊണ്ടുണ്ടാക്കിയ റോഡിലാണ് വീണ്ടും ടോൾ വെക്കുന്നത്. അത് വേറെ തരത്തിലൊരു കൊള്ളയടി തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ബാബു, ഞാൻ ഈ റോഡ് വരുന്നതിന് മുമ്പ് നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ റോഡുകൾ നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഒരു പൈസ പോലും ടോള് കൊടുക്കാതെ നേരത്തെ പാലിയേക്കര പോലുള്ള ഒരു ഭാഗത്ത് നമുക്ക് ടോൾ കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷെ അതല്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് ടോൾ ഇല്ലാതെ ഈ പറയുന്ന നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്ന ആ റോഡ് എവിടെ എന്നാണ് നമ്മൾ ചോദിച്ച ചർച്ച. തീർച്ചയായും. അപ്പോ ഈ പാലിയേക്കര പോലുള്ള ടോള്, അതിനു മുമ്പ് നമ്മൾ റോഡ് വിനോദ് സാർ പറഞ്ഞ പോലെ പാലിയേക്കര ടോൾ ഇപ്പോൾ വന്നതാണ്, കുറച്ച് വർഷങ്ങളായി വന്നിട്ട്. അതിന് മുമ്പ് നമുക്ക് റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ കൊള്ളയടിയിലേക്ക് പോകുന്നത്. അപ്പോ ഈ വാർത്ത കാണുമ്പോൾ കുറെ ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി വരും. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ വായടച്ച് അവിടെ ഇരുന്നോളുക. കാര്യം എന്താ വെച്ചാൽ, ഈ ഞാൻ കൊടുക്കുന്ന പണത്തിന് എനിക്ക് നല്ല റോഡ് തരണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ പറയും നല്ല സുഖത്തിൽ യാത്ര ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. ഈ സുഖത്തിൽ യാത്ര ചെയ്യാനുള്ള ടാക്സ് ആണ് ഓരോ വണ്ടിയിൽ നിന്നും നിങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ സർക്കാർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സുഖത്തിൽ യാത്ര ചെയ്യുന്നത് വേറെ എന്റെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ടാവരുത്. എന്നാ പിന്നെ ടാക്സ് അങ്ങ് നിർത്തലാക്കണം. അതെ, വണ്ടി എടുക്കുമ്പോൾ ടാക്സ് വേണ്ട, നിങ്ങൾ പൊതു ടോൾ അടച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് ടാക്സ് നിർത്തലാക്കുക, ടോൾ കൊടുത്തോളൂ എന്ന് പറയാം. അതെ, ടാക്സ് നിർത്തലാക്കൂ, ടോൾ കൊടുത്തോളൂ എന്ന് പറയാം. അപ്പൊ എന്തായാലും നമ്മളെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇത്തരം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് തന്നെ വരും. ആര് എന്ത് മൈനസ് കമന്റ് ഇട്ടാലും എന്ത് പോസിറ്റീവ് കമന്റ് ഇട്ടാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.